6 പതിറ്റാണ്ട് നീണ്ട CPIM ബന്ധത്തിന് അന്ത്യം കുറിച്ച് മുതിർന്ന നേതാവ് ജി സുധാകരൻ. പാർട്ടി ജീവിതവും അടിയന്തരാവസ്ഥ കാലത്തെ പോരാട്ടവും എല്ലാം ഓർമ്മപ്പെടുത്തി പടിയിറക്കം. നീണ്ട 63 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ച ജി സുധാകരൻ ഇനി അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ചു എന്നാണോ CPIM ജീവിതം അവസാനിപ്പിച്ചു എന്നാണോ പറയേണ്ടത് എന്നുള്ളത് മറ്റൊരു കാര്യം. ആരുടെയും പിന്തുണ ചോദിക്കില്ല, ഏതെങ്കിലും പാർട്ടിയിൽ ചേരില്ല, ആരെങ്കിലും പിന്തുണച്ചാൽ സ്വീകരിക്കണോ എന്ന് ആലോചിക്കുമെന്നും ജി സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. CPIMനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയായിരുന്നു സുധാകരന്റെ വിടപറച്ചിൽ. സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഇന്നോളം പറഞ്ഞതിൽ നിന്ന് ജി സുധാകരൻ വ്യതിചലിച്ച കാഴ്ചയും ഇന്ന് കാണാൻ കഴിഞ്ഞു. ഭുവനേശ്വരനെ കൊന്നത് KSU പ്രവർത്തകരാണെന്ന് 4 മാസം മുമ്പ് പറഞ്ഞ ജി സുധാകരൻ ഇന്നത് DSU പ്രവർത്തകരാണെന്നും തിരുത്തി. കലഹിച്ച് പുറത്തു പോയിട്ടും ജി സുധാകരനെ പൂർണ്ണമായും തള്ളാൻ ഇപ്പോഴും CPIM തയ്യാറായിട്ടില്ല. എന്നാൽ ആലപ്പുഴ CPIMലെ നേതാക്കൾ ജി സുധാകരനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയാണ്. വർഗവഞ്ചകന് മാപ്പില്ലെന്ന പോസ്റ്റർ അമ്പലപ്പുഴയിൽ പതിച്ചുകൊണ്ടായിരുന്നു നേതാക്കളുടെ പ്രതിഷേധം. സ്വതന്ത്രനായി മത്സരിക്കുന്ന സുധാകരനെ പിന്തുണയ്ക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു. ജി സുധാകരൻ സ്വതന്ത്രനായി രംഗത്തെത്തുന്നതോടെ അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായി മാറുകയാണ്. UDF പിന്തുണയോടെ അമ്പലപ്പുഴ സീറ്റ് പിടിച്ചെടുക്കാൻ ജി സുധാകരനാകുമോ? അമ്പലപ്പുഴയുടെ പരമ്പരാഗത ഇടതു സ്വഭാവത്തെ മാറ്റിമറിക്കാൻ സ്വതന്ത്രനായ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയുമോ? കാണാം RD എക്സ്ട്രാ. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും എന്നാൽ മത്സരം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിപുലമായ കൺവെൻഷനുകളോ ചുവരെഴുത്തുകളോ നടത്തില്ല. തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യം വിശദീകരിച്ചുകൊണ്ടായിരുന്നു ജി സുധാകരൻ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ ഉയർത്തിയത്. ഇന്നലെ രാത്രി കൂടി CPIM നേതാക്കൾ നേരിട്ടെത്തി നടത്തിയ അനുനയ ശ്രമം തള്ളിയാണ് ജി സുധാകരൻ പാർട്ടിയെ കൈവിട്ട് സ്വതന്ത്രനായത്. പിണങ്ങിപ്പിരിഞ്ഞിട്ടും ജി സുധാകരനെ തള്ളാതെയായിരുന്നു മുതിർന്ന CPIM നേതാക്കളുടെ പ്രതികരണം. ജി സുധാകരന്റെ നിലപാട് ദൗർഭാഗ്യകരവും ദുഃഖകരവുമാണെന്ന് MA ബേബി പറഞ്ഞു. പക്ഷേ ജി സുധാകരനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അമ്പലപ്പുഴ MLA H സലാം പ്രതികരിച്ചത്. CPIM ചരിത്രപരമായ തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ജി സുധാകരനോട് CPIM ചെയ്തത് കടുത്ത അനീതിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വതന്ത്രനായി മത്സരിക്കുന്ന സുധാകരനെ പിന്തുണയ്ക്കുന്ന കാര്യം കോൺഗ്രസ് UDF നേതൃത്വങ്ങൾ പരിശോധിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. CPIMനെതിരെ നിശിത വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജി സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ എളമരം കരീം കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് സുധാകരൻ ആരോപിച്ചു. ഭരണഘടനയെ വിമർശിച്ച സജി ചെറിയാന് പരിഹാസമുണ്ടായി. പാർട്ടിയിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണെന്നും ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും ജി സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴ ഭൂരിപക്ഷം കുറഞ്ഞ എൻ്റെ പേരിൽ അന്വേഷണം, കരീമിൻ്റെ അന്വേഷണം. ഞാൻ 25 പേജിൽ യഥാർത്ഥത്തിലുള്ള മുഴുവൻ സ്ഥിതിവിവരം കണക്ക് ജില്ലയിൽ എഴുതി കൊടുത്തു. വായിച്ച് നോക്കേണ്ടത് മാത്രമല്ല, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കരീം എഴുതി അവിടെ സമർപ്പിച്ച 22 ആരോപണമുള്ള ആ റിപ്പോർട്ടിനകത്ത് ഞാൻ ഈ കൊടുത്ത 25 പേജിൽ ഒരു വരി വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ തരത്തിലാണ് കരീമിൻ്റെ റിപ്പോർട്ട്. എന്നെ പുറത്താക്കാനുള്ള ലക്ഷ്യം നടന്നില്ല. എന്തായാലും ആ പാർലമെൻറ്റ് ഡെമോക്രസി നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഗവൺമെൻറ് എനിക്ക് വിമർശിക്കാം, പക്ഷേ ഭരണഘടനാപരമായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. ഭരണഘടനയിലെ ജനാധിപത്യ അവകാശം, ആ ഭരണഘടനയാണ് ഈ ജനാധിപത്യ അവകാശം നൽകിയിരിക്കുന്നത്. അതിനെ മാനിക്കണം, അതിനെ വിമർശിക്കാം. ഉദ്ധവ് കുടച്ചക്രമൊന്നും പറയണം, അത് വിമർശനമല്ല. വിമർശിക്കാം, തിരുത്താം, ഭേദഗതി ചെയ്യിച്ചിട്ടുണ്ടല്ലോ. സഹോദരൻ ഭുവനേശ്വരനെ കൊന്നത് DSUവിന്റെ ഗുണ്ടാപിള്ളർ ആണെന്ന് ജി സുധാകരൻ പറഞ്ഞു. ഭുവനേശ്വരൻ ആശുപത്രിയിൽ കിടന്ന് മരിച്ചപ്പോൾ ഒപ്പമുണ്ടായത് താൻ മാത്രമായിരുന്നു. കേസ് നടത്താൻ ആരും സഹായിച്ചില്ല. വീട്ടിലെ ആഞ്ഞിലിത്തടി വെട്ടിവിറ്റാണ് കേസ് നടത്തിയതെന്നും ജി സുധാകരൻ പറഞ്ഞു. എന്നാൽ ഭുവനേശ്വരനെ കൊന്നത് KSUക്കാരാണെന്നായിരുന്നു അദ്ദേഹം മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞിരുന്നത്. DSUക്കാരെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും KSUക്കാരാണ് കൊന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അനുജൻ രക്തസാക്ഷി ഭുവനേശ്വരനെ കൊല ചെയ്ത കോൺഗ്രസ്സുകാരുടെ കൂടെ ചേരുകയല്ലേ വ്യാപകമായിട്ട്. പന്തളത്തെ നായർ പ്രമാണിമാരുണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്, DSU, ഇന്നത്തെ NDPയുടെ വിദ്യാർത്ഥി സംഘടന. അവരാണ് മുമ്പിൽ, മറ്റൊരു പുറകിലാണ്. ചെന്നപ്പോൾ തന്നെ സൈക്കിൾ ചെയ്ത് കണ്ണു കൂട്ടിപ്പോയി. ഇത് കണ്ണു കാണത്തില്ല. ശരി, അന്നത്തെ കുറേ ഗുണ്ടാപ്പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ. അപ്പോൾ NSSൻ്റെ ആ പ്രദേശത്തെ കുറേ നായർ പ്രമാണിമാരുടെ മക്കളാണ് മുമ്പന്തേലും ഉണ്ടായിരുന്നത്. ആ കേസ് നടത്തി ഒരു പൈസ ആരും തന്നില്ല.
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവിടെ വലിയ ആചാര്യയൊക്കെ ഉണ്ടായിരുന്നു. ആചാര്യ വെട്ടിവിറ്റാണ് കേസ് നടത്തിയത്. ഒരു പൈസ ആരും തന്നില്ല. ഒരു പരാതി പറയാനും പോയില്ലല്ലോ. പാർട്ടിയോട് പിണങ്ങി പിരിഞ്ഞിട്ടും ജി സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉയർത്താതെയായിരുന്നു മുതിർന്ന CPIM നേതാക്കളുടെ പ്രതികരണം. ജി സുധാകരന്റെ നിലപാട് ദൗർഭാഗ്യകരവും ദുഃഖകരവുമാണെന്നും പാർട്ടിയിൽ ആലോചിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കാപാലികർക്കൊപ്പം പോയതിൽ ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് സുധാകരൻ തകരുമെന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. സുധാകരൻ വിഷയത്തിൽ പാർട്ടി മറുപടി പറയുമെന്നും ആലപ്പുഴയിൽ പാർട്ടിക്കൊരു ചെരിവും ഉണ്ടാകില്ലെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. സുധാകരൻ എടുത്ത നിലപാടൊട്ടും ശരിയായില്ലെന്നും പിന്മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞു. ഞങ്ങളെപ്പോലെയുള്ളവരുടെ എല്ലാം നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. ഓരോ രക്തസാക്ഷി ദിനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ജി സുധാകരൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. ആ സുധാകരൻ എങ്ങനെ ഈ കാപാലികരുടെ കൂടെ പോകാൻ സാധിക്കും? അവരുടെ പിന്തുണയോടുകൂടി എങ്ങനെ ഇനി ഒരു പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും? അതെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. നേതൃത്വം അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയും. അതിശയോക്തിപരമായ ഒരു കാര്യവും പാർട്ടിക്ക് മറച്ചു വെക്കാനോ ഒന്നുമില്ല. വസ്തുതാപരമായി അദ്ദേഹത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അത് മറുപടി പറയും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടല്ലോ. ആ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പാടില്ലാത്തതാണ് അദ്ദേഹം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ MLAയും CPIM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയും രംഗത്തെത്തി. തനിക്കെതിരെ സുധാകരൻ ചെയ്തതിന്റെ തെളിവുകൾ ഇപ്പോഴും കയ്യിലുണ്ടെന്നും മാന്യതയുള്ളതുകൊണ്ട് ഒന്നും പുറത്തു പറയുന്നില്ലെന്നുമായിരുന്നു അമ്പലപ്പുഴ MLA H സലാമിന്റെ പ്രതികരണം. ജി സുധാകരൻ രാഷ്ട്രീയ കുറുക്കനാണെന്നും അധികാരത്തോട് ആർത്തിയാണെന്നും അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി C ഷ്യാംജി ആരോപിച്ചു. വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന പോസ്റ്ററും ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പതിച്ചു. എതിരെ ചെയ്ത കാര്യം എന്തെല്ലാമാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതിൽ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ നിമിഷവും എൻ്റെ കൈവശം ആ തെളിവുണ്ട്. പക്ഷേ ഞാൻ എതിരേതായി ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ മൊഴി കൊടുത്തിട്ടില്ല. അതെൻ്റെ ഒരു മാന്യതയാണ്. ആ മാന്യത ഞാൻ നിശ്ചയമായിട്ടും അന്ന് പാലിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പാലിച്ചിട്ടുണ്ട്. ജി സുധാകരനെല്ലാം ആരാണെന്നെങ്കിലും തൊഴിലാളി വർഗത്തെ ചതിച്ചാൽ അത് വർഗവഞ്ചന തന്നെയാണ്. അങ്ങനെ തന്നെ പാർട്ടി കാണത്തുള്ളൂ. രാഷ്ട്രീയ കുറുക്കനാണ് ജി സുധാകരൻ. ആ കുറുക്കൻ്റെ ബുദ്ധിയോടുകൂടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കും. ഒറ്റ ലക്ഷ്യമുള്ളൂ, ആർത്തിയാണ്. വല്ലാത്ത ആർത്തിയാണ്. ഒരിക്കലും ആർക്കും പാടില്ലാത്ത ആർത്തിയാണത്. ജി സുധാകരനെ പിന്തുണച്ച UDF നേതാക്കളും രംഗത്തെത്തി. ജി സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണെന്നും തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്നത് പാർട്ടിയിൽ ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സുധാകരൻ സ്വീകാര്യനെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ശത്രുക്കളോട് പോലും ചെയ്യാൻ പറ്റാത്തതാണ് CPIM സുധാകരനോട് ചെയ്തതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ, CPIMന്റെ അടിത്തറ കേരളത്തിൽ ഇളകിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ജി സുധാകരൻ്റെ ഇപ്പോഴത്തെ പുതിയ നിലപാടിന്. അദ്ദേഹം ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് ബഹുമാനം കാണിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് നാട്ടിൽ സ്വീകാര്യത ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സംഭവങ്ങളുടെ പുരോഗതിയെ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്, ആലപ്പുഴയിൽ നിന്നുള്ള ദേശീയ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും UDF ഉചിതമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. അദ്ദേഹം 60-65 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എല്ലാം ത്യജിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അതിന്റെ പിന്നിൽ എത്രമാത്രം മനോവേദന അദ്ദേഹത്തിന് ഉണ്ടായി കാണുമെന്ന് നമ്മളെല്ലാം ആലോചിക്കണം. അപമാനിച്ച്, ആക്ഷേപിച്ച്, പുകച്ച് പുറത്ത് ചാടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കനത്ത വഞ്ചനയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ജി സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം നമുക്ക് പരിശോധിക്കാം. KSFിലൂടെയാണ് ജി സുധാകരൻ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. 1967 പഠനകാലത്ത് തന്നെ CPIM അംഗമായി. 1970 SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായി. 43 വർഷത്തിലേറെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം. 1996, 2006, 2011, 2016 വർഷങ്ങളിൽ MLA ആയിരുന്നു. 2006 സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. 2016 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്നു. ഈ പിണക്കങ്ങളുടെ തുടക്കമൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ 3 ടേം MLA ആയ ജി സുധാകരൻ, അദ്ദേഹത്തിന് 2021 ഇളവ് നൽകേണ്ട എന്ന് പാർട്ടി തീരുമാനം വന്നു. തുടർന്ന് ജി സുധാകരന് പകരം H. സലാം അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞത് പരിശോധിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ഇതിനായി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എളമരം കരീമിനെയും KJ തോമസിനെയും നിയോഗിച്ചു. ജി സുധാകരൻ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്ന് അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. 75 വയസ്സ് പൂർത്തിയായപ്പോൾ 2022 സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്തസാക്ഷിയാണ്, നമുക്കറിയാം. 1977 ഡിസംബർ 2 ജി സുധാകരൻ്റെ ഏറ്റവും ഇളയ അനുജൻ G. ഭുവനേശ്വരൻ ആക്രമണത്തിന് ഇരയാകുന്നത്. പന്തളം NSS കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു G. ഭുവനേശ്വരൻ. KSU പ്രവർത്തകർ ഭുവനേശ്വരനെ സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് അടിച്ചു. തലകീഴായി നിർത്തി സിമന്റ് തറയിൽ പലതവണ തലയടിക്കുകയും ചെയ്തു. അടിയുടെ ആഘാതത്തിൽ ഭുവനേശ്വരൻ്റെ തലച്ചോറ് തകർന്നു. ചികിത്സയിലിരിക്കെ ഡിസംബർ 7 ഭുവനേശ്വരൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. സനീഷ്, ഇതിപ്പോൾ ഒരു 5 വർഷം മുമ്പ് നമ്മൾ ആലോചിച്ചാൽ ഒരിക്കലും CPIM വിട്ട് ജി സുധാകരൻ എവിടെയെങ്കിലും പോകും എന്ന് നമുക്ക് കരുതാനേ ആവില്ല. പക്ഷേ അദ്ദേഹം CPIM വിട്ട് ഇറങ്ങിയിരിക്കുന്നു. CPIMൻ്റെ ഒരു ഏറ്റവും സുപ്രധാന മുഖങ്ങളിലൊന്ന് എന്ന് തന്നെ കരുതപ്പെട്ടിരുന്ന ജി സുധാകരനാണ് ഇപ്പോൾ CPIM വിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായ H. സലാം ആണ് ഇത്തവണയും അവിടെ മത്സരിക്കുന്നതെങ്കിൽ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും തീരുമാനിക്കും. നിശ്ചയമായിട്ടും ഇതിപ്പോൾ 5 വർഷമല്ല ഹർഷ, അതായത് ഒരു 5-6 മാസം മുമ്പ് പോലും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതായത് ജി സുധാകരൻ CPIM വിടും, വലിയ വഴക്കിലേക്കൊക്കെ പോകുന്നവരായിരുന്നെങ്കിലും CPIM വിട്ടുപോകുമെന്ന് ഒരു വളരെ ചുരുങ്ങിയ കാലമായിട്ടേ ഉള്ളൂ അതിലേക്ക് പോവുകയാണെന്നൊരു സൂചന നമുക്കുണ്ടായിട്ടുള്ളൂ. അപ്പം ഹർഷനിപ്പോൾ പറഞ്ഞ പോലെ വളരെ ഡ്രമാറ്റിക്കായിട്ടൊരു സംഗതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇദ്ദേഹം മത്സരിക്കുന്ന കാര്യം ഉറപ്പാണ്. അവിടെ സ്വാഭാവികമായിട്ടും UDF പിന്തുണക്കാൻ സാധ്യതയുണ്ടെന്നൊരു സൂചന ഇപ്പോൾ ലഭിച്ചു. ഒരുപക്ഷെ അത് അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് നമുക്കറിയില്ല. കാരണം അവരുടെ UDFൻ്റെ കോൺഗ്രസിൻ്റെയും മറ്റ് സീറ്റ് ചർച്ചകളൊക്കെ വരുന്നല്ലേ ഉള്ളൂ, നമുക്ക് ഉറപ്പില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വലിയ ഏറ്റവും ഡ്രമാറ്റിക്കായിട്ടുള്ള മത്സരം നടക്കുന്ന സ്ഥലമായിട്ട് അമ്പലപ്പുഴ മാറാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്ത് ഡ്രമാറ്റിക്കായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക്, രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇത് കൗതുകകരമായിട്ടുള്ള സാഹചര്യം നിൽക്കുമ്പോൾ തന്നെ ഹർഷ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. വളരെ സങ്കടകരമായ കാര്യമാണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചായ്വുള്ള ആളുകൾക്ക് മാത്രമല്ല, ഒരാൾ നമ്മുടെ നാട്ടിൽ 10-63 വർഷക്കാലം ചേർന്ന് നിന്നിരുന്ന, അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൻ്റെ ഭാഗമായിരുന്ന, അദ്ദേഹത്തിൽ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിരുന്ന ഒരു സംവിധാനത്തെ അദ്ദേഹം 63 വർഷം ദീർഘകാലം കൊണ്ടുനടന്ന, ഏറ്റവും ചെറിയ പ്രായം തൊട്ട് കൊണ്ടുനടന്നിരുന്ന സംവിധാനത്തെ അദ്ദേഹത്തിൻ്റെ ഈ 70-75 വയസ്സിൽ കൈയൊഴിയുകയാണ് എന്നതിൽ എല്ലാ മനുഷ്യർക്കും, അത് ഇന്ന് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും ഒരു സങ്കടപ്പെടാനുള്ളൊരു സംഗതിയുണ്ട്. കാരണം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനം വരെയും ദീർഘകാലം കൊണ്ടുനടന്ന ഒരു സംവിധാനത്തിൽ നിന്ന് അയാൾ ഒറ്റയടിക്ക് പോവുകയാണ്. ഇപ്പോൾ AK ബാലൻ പറഞ്ഞ വാക്കുകൾ കേട്ടില്ല. AK ബാലൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷി ദിനത്തിന് പിറ്റേന്നും അതിൻ്റെ തലേന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് അദ്ദേഹം എന്തുമാത്രം വലിയ ഹൃദയവേദനയിലൂടെയാണ് കടന്നു പോകാറുള്ളത് എന്ന് എനിക്കറിയാം എന്ന് AK ബാലൻ പറഞ്ഞു. എന്നുവെച്ചാൽ AK ബാലനും ജി സുധാകരനും പിണറായി വിജയനൊക്കെ ഒരു കാലത്ത് എന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ അവരേറ്റവും ആക്റ്റീവായിട്ട് നടന്നിരുന്നത് നമുക്കിപ്പം നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ആ ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് പരസ്പരം കാണുകയും ദിവസം തോറും കാണുകയും ഒന്നിച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും ഒന്നിച്ചു കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണല്ലോ ഇവരെല്ലാം. അപ്പോൾ അതിൽ AK ബാലൻ പറയുന്നത് നമ്മൾ വിശ്വാസത്തിലെടുക്കണം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൊലപാതകം നടന്ന ദിവസം, രക്തസാക്ഷിത്വ ദിനമായിട്ട് അവരാചരിക്കുന്ന ദിവസം, അതിൻ്റെ തലേന്ന് പിറ്റേന്നുമായിട്ടൊക്കെ ഈ ദീർഘകാലത്തോളം, എല്ലാ കാലത്തും, ഈ കാലത്ത് പോലും വലിയ ഹൃദയവേദനയിലൂടെ കടന്നു പോകുന്നൊരു സഹോദരനാണ് അദ്ദേഹം ജി സുധാകരൻ എന്ന് AK ബാലൻ ഇന്നത്തെ ദിവസം നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള G. ഭുവനേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം ഇന്നലെ വരെ പറഞ്ഞിരുന്ന സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹം മാറിയിരിക്കുകയാണ്, അല്ലേ? അതായത് KSUക്കാർ കൊലപ്പെടുത്തി എന്ന് ഈ CPIM-ഉം SFI-യും ഈ സംഭവം നടന്നിട്ട് ഇത്രമാത്രം വർഷങ്ങളോറും പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യത്തിൽ നിന്ന് ജി സുധാകരൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചില്ലേ? DSUക്കാരായിരുന്നു, NSSൻ്റെ ഈ പറയുന്ന സംഘടനയുടെ ആളുകളും ചില നായർ പ്രമാണിമാരുടെ മക്കളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ പിന്നിലായിരുന്നു. KSUക്കാരില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ പിന്നിലായിരുന്നു, ഇവരായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അന്നും രാഷ്ട്രീയമില്ല, അവരൊക്കെ പിന്നീട് പല ഭാഗത്തേക്ക് പോയി, രാഷ്ട്രീയക്കാരായിട്ടല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതുവരെ പറഞ്ഞിരുന്ന
ദീർഘകാലം ഒരു 50 എന്താ പറയുക അരനൂറ്റാണ്ടെങ്കിലും അദ്ദേഹം തന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന സംഗതിയിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോവുകയാണ്. അങ്ങനെ സ്വന്തം സഹോദരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അദ്ദേഹം ഹൃദയവേദനയോടെ ഇപ്പോൾ പോലും ഓർക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു നരേറ്റീവ് അദ്ദേഹം വിടുക എന്നതിലേക്ക് പോലും അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം 63 കൊല്ലക്കാലം കൊണ്ടു നടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ നിന്ന് വിച്ഛേദം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച് ഹൃദയവേദനയോടെ മാത്രം ഓർത്തിരുന്ന ഈ നരേറ്റീവിൽ നിന്ന് അദ്ദേഹം ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുന്നു. എന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ ജീവിതകാലത്ത് എടുക്കാവുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള, ഏറ്റവും ഹൃദയവേദനയുള്ള, ശ്രീ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും അങ്ങേയറ്റം ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള സ്റ്റാൻഡ് അദ്ദേഹം എടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം അതിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് അദ്ദേഹത്തോട് ചുറ്റുപാടുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആലോചിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കമ്മ്യൂണിസത്തിന് മുന്നോട്ട് പോകുന്നു എന്നതൊക്കെയാണല്ലോ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം മാറുകയാണ്. എന്താണ് ഈ കമ്മ്യൂണിസം എന്ന് വെച്ചാൽ? കമ്മ്യൂണിസം എന്ന് വെച്ചാൽ അതിനകത്ത് കമ്മ്യൂൺ എന്നൊരു സംഗതിയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമുള്ള അങ്ങനെ ഒരു സംഗതിയുടെ ഒരു വിശാല ആശയമാണല്ലോ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ അതൊക്കെ മാറിയെങ്കിലും കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ആശയം ഇവർക്കിടയിൽ എപ്പോഴും ഉണ്ട്. അത് മാനസികമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പാർട്ടിക്കാരെല്ലാം പരസ്പരം ഭയങ്കരമായിട്ടൊരു കുടുംബം എന്ന നിലക്ക് ബന്ധമുള്ള ആളുകളല്ലേ ഹർഷ? നമ്മളിപ്പോൾ എം പി ഗോവിന്ദ മാസ്റ്റർ, പിണറായി വിജയൻ, ഇ പി ജയരാജൻ, ഇവരൊക്കെ നമ്മൾ പല ഫോട്ടോകളും മറ്റും കാണില്ലേ. നമ്മൾ പുറത്ത് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അതിപ്പോൾ ഒരു കുടുംബത്തിനകത്തും പ്രശ്നമുണ്ടാവും, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ മറ്റ് പാർട്ടികളിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത് ഈ പറയുന്ന പരസ്പരമുള്ള കോമ്രേഡ്ഷിപ്പാണ്. ഒരു കുടുംബം പോലെയാണ് അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിച്ചും ഒരാളുടെ കുഴപ്പം മറ്റൊരാളുടെ ഒരു മേന്മ കൊണ്ട് ചേർത്ത് വെച്ചിട്ടും അയാളുടെ കുഴപ്പത്തെ അടക്കം പരിഗണിച്ച് അയാളെ ചേർത്ത് നിർത്തിയിട്ടും കുഴപ്പങ്ങളില്ലാത്ത മനുഷ്യർ ആരുമില്ല എന്ന് കണ്ടെത്തി എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടൊക്കെ പോകുന്നൊരു സംവിധാനമാണ്. പക്ഷേ ഈ പറയുന്ന കമ്മ്യൂൺ അല്ലെങ്കിൽ ഇവരുടെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഈ സഖാത്വം, കമ്മ്യൂണിസം, കോമ്രേഡ്ഷിപ്പ് എന്നൊക്കെ ഇവർ തന്നെ പറയുന്ന ഈ സംഗതിയുടെ ഈ ഒരു ആലിംഗനത്തിൽ നിന്ന്, വിട്ടുപോകാൻ പറ്റാത്ത ആലിംഗനത്തിൽ നിന്ന് ഈ ജി സുധാകരൻ ഇങ്ങനെ മാറിപ്പോയി. ആ മാറിപ്പോയത് അദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റം കൊണ്ടല്ല. അതായത് സ്വന്തം സഹോദരൻ്റെ രക്തസാക്ഷിത്വം സംബന്ധിച്ച വൈകാരികമായിട്ടുള്ള നിലപാടിൽ നിന്ന് പോലും മാറാൻ പാകത്തിന് അദ്ദേഹം അകന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. ഇനി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഫയറിൽ നമ്മുടെ പരിപാടിയിൽ VS അനു സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒരല്പം ഇപ്പോഴും ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയെന്ന് VS അനു ആ വാർത്താ സമ്മേളനം കണ്ട VS അനു റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോഴും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ ഇനി അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ജി സുധാകരൻ്റെ ഉള്ളിൽ ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചതിന് ശേഷം ഇവരോട് ചേർന്ന് നിൽക്കാൻ പറ്റിയേക്കും എനിക്ക് എന്നൊരു തോന്നൽ ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകും. അതുകൊണ്ടായിരിക്കണം ഞാൻ ആരുടെയും പിന്തുണ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടാവുക. അല്ലാതെ ജി സുധാകരൻ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരുന്ന ജി സുധാകരൻ അധികാരത്തിന് വേണ്ടി മാത്രമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുക എളുപ്പമല്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ HS സലാമും മറ്റുമൊക്കെ പ്രകടിപ്പിച്ച ഇപ്പം ഷാംജി എന്ന് പറയുന്ന അവരുടെ നേതാവൊക്കെ പ്രകടിപ്പിച്ച വികാരത്തെ തള്ളിക്കളയൊന്നുമല്ല. എന്ന് മാത്രമല്ല HS സലാം പറഞ്ഞതിൽ ഒരു വളരെ വലിയ അളവോളം ശരിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. അതായത് HS സലാം പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ജി സുധാകരൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ജി സുധാകരൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണ്. അദ്ദേഹം ഞാൻ തനിപ്പിടി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലത്തെ സ്വഭാവമുള്ള ആളാണെന്ന് ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അങ്ങനെ പലതരം സ്വഭാവങ്ങളുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തിയിട്ടാണല്ലോ ഈ സംഘടന മുന്നോട്ട് പോകുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഏതോ ഘട്ടത്തിൽ അദ്ദേഹത്തെ കൂടെ ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങളെ ശാസിച്ചും മറ്റും നിർത്തേണ്ടിയിരുന്ന ഈ മുകളിലുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തി. അതായത് ഇയാളെ ഈ കുടുംബത്തിനകത്ത് തന്നെ ചേർത്ത് നിർത്തണം എന്ന ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിൽ നിന്ന് വിട്ടുപോയി. അവരുടെ കാര്യങ്ങളിലേക്ക് പോയി. ഞാൻ പറയുന്നത് പിണറായി വിജയൻ തൊട്ടുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് തനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് ഈ ജി സുധാകരൻ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പോലും പിണറായി വിജയനൊന്നും വിമർശിക്കാൻ വയ്യ എന്ന് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടു. എം പി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല എന്ന് വിചാരിച്ചാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്തം. ഞാൻ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയാൽ അദ്ദേഹം ഇത് വിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ നമുക്ക് സന്തോഷമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വേദി കൂടെ നല്ല ഡ്രമാറ്റിക്കായി നമ്മൾ മാധ്യമങ്ങൾക്ക് വളരെ സന്തോഷകരമായ സാഹചര്യമാണ്. അദ്ദേഹം UDFൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അദ്ദേഹത്ത് വരികയാണ്. UDFനും സന്തോഷമാണ്, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആൾക്കെല്ലാം സന്തോഷം തന്നെയുള്ളൂ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കട്ടെ. പക്ഷേ ഇതിനകത്തുള്ള ഹൃദയവേദന ഇതാണ്. അതായത് ഒരാൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന സംഘടനാ സംവിധാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനിടയായ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രം കുഴപ്പമല്ല, മറിച്ച് ഈ പറയുന്ന സംവിധാനത്തിനകത്ത് തന്നെയും കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ ഹർഷ, അതായത് എളുപ്പമല്ല അവിടെ CPIMന് വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് എങ്കിൽ തന്നെയും അദ്ദേഹം അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മത്സരിച്ച് ജയിക്കുക എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം 4500ഓളം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ അവിടെ വോട്ട് നില. പക്ഷേ അത് അമ്പലപ്പുഴ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ MP രാഘവനാണെങ്കിലും ഗൗരിയമ്മയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളാണെങ്കിലും വെല്ലുവിളി ഉയർത്തുമ്പോൾ ഒന്നിച്ചൊന്നായിട്ട് നിൽക്കുന്ന ഒരു തേനീച്ച സ്വഭാവത്തിലുള്ള ഒരു
ഒരു പാർട്ടിയാണ് ഈ CPIM എന്നതുകൊണ്ട് ജി സുധാകരൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്നതിലെ വർഗവഞ്ചകനാണ് അദ്ദേഹം എന്നൊക്കെ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഒന്ന് ഊതി കത്തിച്ചാൽ ഇവർക്ക് ആ ഒരു വൈകാരികത ഉണ്ടാക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ജി സുധാകരനപ്പുറം UDF ഉണ്ടാവുകയും BJPയുടെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്താൽ എന്തായിരിക്കും അവിടെ എന്നത് അങ്ങേയറ്റം ഡ്രമാറ്റിക് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. വളരെ രസകരമായിട്ടുള്ള കാലമാണ് വരാനിരിക്കുന്നത്. തീർച്ചയായും ഇതിനകത്ത് സനീഷ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസവും ഇതേ വിഷയം തന്നെ അദ്ദേഹം ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ 75 വയസ്സ് എന്നത് നിജപ്പെടുത്തിയത് സാധാരണ ഒരു ആരോഗ്യമുള്ള പാർട്ടി, ചെറുപ്പമുള്ള പാർട്ടി എന്ന പ്രതീതി സൃഷ്ടിക്കാനൊക്കെ ഉതകുമെങ്കിലും ആത്യന്തികമായി അത് മാനസികമായി അത് പാലിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഈ പാർട്ടി നേതാക്കൾ എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം ഇവരെല്ലാം ആ ചെറുപ്പത്തിൽ തന്നെയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറുപ്പത്തിൻ്റെ ഉണർവ്, ഒരാവേശം അത് സ്വാഭാവികമായും ഇവർക്ക് വരും. പൊതുവെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് വരും. ആ നിലയ്ക്ക് പ്രവർത്തിച്ചു പോകുമ്പോൾ നിങ്ങൾ ഈ 75 വയസ്സിൽ ഇത് നിർത്തിക്കോണം എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. അതിവിടെ പുതിയ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 55 വയസ്സ് പെൻഷൻ പ്രായം എന്നത് തന്നെ ഈ പുതിയ കാലത്തൊരു മണ്ടൻ ചിന്തയാണ് എന്നൊക്കെ വിലയിരുത്തുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഈ ആയുർദൈർഘ്യം കൂടുതലുള്ള, ആരോഗ്യം കൂടുതൽ നിലനിർത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലെല്ലാം അതിനൊക്കെ മാറ്റം വന്നു കഴിഞ്ഞു. ഇപ്പോൾ സ്വകാര്യ മേഖലയിലായാലും അങ്ങനെ ഒരു വിരമിക്കൽ പ്രായം എന്നുള്ള ഒരു സങ്കല്പം തന്നെ പലയിടത്തും ഇല്ലാതായി കോർപ്പറേറ്റുകളിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആലോചിച്ചാൽ ഇത് കഴിയുന്നിടത്തോളം അതിപ്പോൾ ഒരു പ്രൊഫഷൻ, ആ നിലയ്ക്ക് ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്കല്ല ഇതിനെ പരിഗണിക്കേണ്ടത്. ഇതൊരു സേവനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണല്ലോ. രാഷ്ട്ര സേവനം എന്ന നിലയ്ക്കും പൊതുജന സേവനം എന്നുള്ള നിലയ്ക്കും ഒക്കെ പരിഗണിക്കുമ്പോൾ അതിനൊരു പ്രായം വിലങ്ങുതടിയാകുന്നു എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിനൊരു സിസ്റ്റം ഇല്ലാതെയാണ് ഈ 75 വയസ്സിൽ ഈ പരിപാടി അവസാനിപ്പിച്ചോണമെന്ന് പാർട്ടി തീരുമാനിച്ചത് എന്നതിലാണ് കുഴപ്പം. തീരുമാനിച്ച് അങ്ങനെ അപ്പോൾ ഇതെന്താണെന്നറിയാം, 73 വയസ്സുള്ള മമ്മൂട്ടിക്ക് എല്ലാ ദിവസവും സിനിമയിൽ അഭിനയിക്കാം. 75 വയസ്സുള്ള സുധാകരൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ തുടർന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ഇത് ഒരു സതുദ്ദേശത്തോടെ പാർട്ടി നടപ്പാക്കിയതാണെങ്കിൽ കൂടി അതിനെ കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു കുഴപ്പം കൂടി ഇതിനകത്തുണ്ട്. കാരണം ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹം 75 വയസ്സ് എന്ന പ്രായപരിധിയിൽ അദ്ദേഹം ഒഴിവാക്കപ്പെടുമ്പോഴും അദ്ദേഹം CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും വീണ്ടും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ആ ഊർജ്ജസ്വലമായി മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു ഈ MM മണിയെ, ഇടുക്കിയിലെ MM മണിയെ, അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് MLA ആയി അദ്ദേഹം പ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുക തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് അസാധ്യമായ പരിഗണന അവിടുത്തെ പ്രാദേശികമായ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയാണ്. ഇതുപോലെ എല്ലാ നേതാക്കളെയും ആ കാലത്ത് ഇപ്പോൾ AK ബാലൻ സ്വയം അദ്ദേഹം സ്വായത്തമാക്കിയിരിക്കുന്ന ചില സംഗതികൾ കൂടിയുണ്ട്. കാരണം പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ ആദ്യം അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായി രംഗത്ത് വരും എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഘട്ടത്തിൽ വിരമിച്ചവരൊക്കെ ഇപ്പോഴും സജീവമായി ഉള്ളപ്പോൾ ജി സുധാകരൻ അത് പറ്റുന്നില്ല. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന് ജി സുധാകരൻ്റേതായ കാരണങ്ങൾ, ഒന്ന് അവിടുത്തെ സംഘടനാപരമായ ദൗർബല്യം. ഇത് രണ്ടും അതിനകത്ത് കാരണങ്ങളാണ്. കാരണം ജി സുധാകരൻ ഇവർക്ക് വഴങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. കാരണം മുഴുവൻ ആളുകൾ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ സ്വഭാവത്തിലാണ് അദ്ദേഹം ഈ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ കൊണ്ടുപോയത്. മാത്രമല്ല പാർട്ടിയിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാലത്ത്, അതായത് ഗൗരിയമ്മ പോകുന്നു, TJ ആഞ്ചലോസ് പോകുന്നു, അങ്ങനെ പലരും പോവുകയും അവിടെ VSൻ്റെ വലിയ പ്രശ്നം നിൽക്കുന്ന സമയത്തൊക്കെ പാർട്ടിക്കുള്ളിലുള്ള സജീവമായ ഒരു പക്ഷം പിടിച്ച് നിൽക്കുന്ന നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹം പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മട്ടിൽ അദ്ദേഹം ആ പക്ഷം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേതാവായിരുന്നു. ആ നിലയ്ക്കൊരു ഈ കമ്മ്യൂണിസ്റ്റ് ദാർഢ്യം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില സംഗതികൾ അദ്ദേഹത്തിന് കുറച്ച് കൂടുതലായി വശമുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ സംവിധാനത്തെ കൊണ്ടുപോയിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം തൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ അത് ശിഷ്യന്മാരെന്നുള്ള പ്രയോഗം CPM-ൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷേ അദ്ദേഹം ആ മട്ടിൽ തന്നെയാണ് ഇതിനെ ഏതാണ്ട് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം നമ്മളും വിലയിരുത്താൻ. കാരണം ഈ തൻ്റെ സഖാക്കളാണല്ലോ, കോമ്രേഡ്സ്, എങ്കിലും അവർ പറയുന്ന മട്ടിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അദ്ദേഹം വളരെ വികാരപരമായി കാര്യങ്ങളോട് പ്രതികരിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. കവി കൂടിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് പല അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ അത് വാസ്തവമാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത എഴുത്ത് എന്നുള്ളത്. വലിയ റോയൽറ്റി കിട്ടുന്ന കവിതകളാണ് അദ്ദേഹത്തിന്. കാരണം കൗതുകം കൊണ്ട് ആളുകൾ ആ കവിത വാങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു മനോനിലയുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ വളരെ ആർദ്രമായ മനസ്സോടെ ഇപ്പുറത്തൊരു കടുംപിടുത്തമൊക്കെ ഉള്ളപ്പോൾ ഇപ്പുറത്ത് ആർദ്രമായ മനസ്സുണ്ട്. അതുകൊണ്ടാണ് AK ബാലൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷി ദിനത്തിൻ്റെ ആ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക പീഡ അത്ര വലുതാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്
ഈ പറയുന്ന 75 വയസ്സിൻ്റെ ചിട്ടവട്ടങ്ങളിൽ കുടുങ്ങി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കയറ് പൊട്ടിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇത് ആലോചിക്കുന്ന വേറൊരു കാര്യം കൂടി അദ്ദേഹം തന്നെ പല ആവർത്തി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. എം എ ബേബി, ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ വന്നയാളാണ് എം എ ബേബി എന്നും അവർ തമ്മിൽ അങ്ങനെ ഒപ്പത്തിനൊപ്പം പ്രവർത്തിച്ചു പോയവരാണെന്ന്, എൻ്റെ ജൂനിയറാണ് എന്നുള്ളത്, എം എ ബേബി ജൂനിയർ ആണെന്നുള്ളത് അദ്ദേഹം ഒരു കാലത്ത് ആവർത്തിച്ച് പറഞ്ഞിരുന്ന സംഗതിയാണെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം? എ കെ ബാലൻ പാർട്ടിയുടെ മുഖമായി തന്നെ ഇപ്പോഴും പ്രതികരിച്ച് നിൽക്കുന്നു. ഒപ്പം ഉണ്ടായിരുന്നയാൾ അദ്ദേഹം വിരമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന് ആ പരിഗണന ലഭിക്കുന്നു. പിണറായി വിജയൻ അദ്ദേഹം ആലോചിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് ഈ പ്രായപരിധിയിൽ ഇളവ് എന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചിലർക്ക് അനുവദിക്കാൻ കഴിയും എന്നുള്ളത്. ഈ പാലിക്കപ്പെടാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് തന്നെ എനിക്ക് തോന്നിയതാണ്. ഈ 2 ടേമിൽ മാത്രം മത്സരിക്കുക, അത് കഴിഞ്ഞാൽ മത്സരിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് തുടർഭരണം കൂടി ലഭിച്ച സാഹചര്യത്തിൽ 3-ാം ടേമിലേക്ക് ഇപ്പോൾ മത്സരിക്കാമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ? അതായത് 2 ടേമിൽ അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനം ഇപ്പം ഒഴിവാക്കി 3-ാം ടേമിൽ മത്സരിച്ചേ പറ്റൂ MLA-മാർ എന്നുള്ള സ്ഥിതി വന്നങ്ങനെ. അപ്പോൾ ജനാധിപത്യത്തിൽ ഇത്തരത്തിൽ ഈ CPIM-ൻ്റെയോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇരുമ്പ് ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും നടപ്പാക്കുക. അത് ഫ്ലെക്സിബിളായിട്ടേ പോകാൻ കഴിയൂ. അതിനകത്തൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്വഭാവമൊക്കെ അതിൻ്റെ വഴക്കത്തിൽ കൈവരേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുക. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഈ വിരമിക്കൽ പ്രായത്തിലും ഈ ടേം നിബന്ധനയും ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകളെ കൃത്യമായി പരിഗണിക്കുകയോ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുകയോ ചെയ്യേണ്ടിയിരുന്നു CPIM. കാരണം അവർക്ക് പ്രവർത്തിക്കാൻ അവരെവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ അത് ആലോചിച്ച് വരുമ്പോൾ വേറൊരു കാര്യമാണ്. CPIM ഇതിനെ പ്രതിരോധിക്കാവുന്ന ഒരു സംഗതി CPIM-നുണ്ട്. കാരണം എന്താ, ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗമായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹം തന്നെ ആഗ്രഹിച്ചതുമാണ്. കാരണം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ ബ്രാഞ്ചുണ്ട്, സനീഷിന് അറിയാമല്ലോ. ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ബ്രാഞ്ചുണ്ട്. ഈ നമ്മൾ കാണുന്ന ആളുകളെല്ലാം എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളെയും പോലെയാണ് ഈ കമ്മിറ്റികളെന്ന് വിചാരിക്കരുത്. കുറഞ്ഞതൊരു ഏരിയ കമ്മിറ്റിയുടെയെങ്കിലും പവർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിക്കുണ്ട്. അത് ആ മട്ടിൽ തന്നെയാണ് പരിഗണിക്കപ്പെടുക. ഇപ്പോൾ AKG സെൻറ്ററിൻ്റെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിക്ക് അതിനേക്കാൾ പവറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇത് പരിഗണിക്കുക. അപ്പോൾ അങ്ങനെ മോശം ഘടകത്തിലല്ല ആ മട്ടിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. പക്ഷേ ഇപ്പോൾ നാസർ ജില്ലാ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചാലും വരുന്നില്ലായിരുന്നു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ CPIM-നകത്തുള്ള അല്ലെങ്കിൽ G. സുധാകരൻ്റെ ചിന്തകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് വേറൊരു കാര്യം കൂടി സംഭവിച്ചു എന്നുള്ളതാണ്. അത് VD സതീശൻ പ്രഖ്യാപിച്ച വിസ്മയം നടപ്പായി എന്നുള്ളതാണ്. VD സതീശൻ, അതായത് കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി ആ നിലയ്ക്ക് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. 1, 2, 3 അല്ലല്ലോ, 4 മുൻ MLA-മാരാണ് ഇപ്പം മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ പാനലിൽ നിന്നുകൊണ്ട്. അതായത് PK ശശിയുണ്ട്, ഐഷ പോറ്റിയുണ്ട്, CC മുകുന്ദനുണ്ട്, G. സുധാകരനുണ്ട്. ഇവരൊക്കെ മത്സരിക്കുന്നത് എല്ലാവരും ഉൾപ്പെടുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഏതാണ്ട് ഉൾപ്പെടാൻ സാധ്യതയുള്ള പേരുകളാണിത്. പക്ഷേ അത് പക്ഷേ വിസ്മയത്തിൻ്റെ കണക്കിൽ വെച്ചാൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന മറ്റുള്ള ഇലക്ഷൻ വന്നാൽ കുറച്ചാൾ ഇളകുന്നുള്ളതുകൊണ്ടല്ലോ. അതായത് ഇപ്പോൾ സതീശൻ സാധാരണ ഇത്രയും ഇടതുമുന്നണിയുടെ മുൻ MLA-മാർ 5 പേര് അപ്പുറത്ത് മത്സരിക്കുന്നത്. ഇപ്പോൾ ഈ 4 പേരെ ഒഴിവാക്കിയാൽ പിന്നെ S. രാജേന്ദ്രൻ, അദ്ദേഹം നേരത്തെ CPIM വിട്ടതാണെങ്കിലും S. രാജേന്ദ്രൻ അപ്പുറത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നുണ്ട്, മുൻ MLA ആണ്. അപ്പോൾ 5 മുൻ MLA-മാർ അപ്പുറത്ത് പോയി മത്സരിക്കുന്നു എന്നുള്ളത് ഒരു അസ്വാഭാവികമായ സാഹചര്യം തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. പക്ഷേ അതിനൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഈ ടേം വ്യവസ്ഥയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിലെ പ്രശ്നവും ഒക്കെ തന്നെയാണ്. അത് സാധാരണ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ UDF-ൽ നിന്നാണ്. ഇത്തവണ അതിന് പകരം ചെറിയ ചില വിസ്മയങ്ങൾ ഉണ്ടാക്കാൻ സതീശൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. കാരണം G. സുധാകരൻ്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മാത്രമല്ല ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, ഏകദേശം എനിക്ക് ധാരണയുള്ള ഒരു കാര്യം പറയാം. ഇതെല്ലാം VD സതീശൻ്റെ കൂടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണെന്നാണ്. തീർച്ചയായും G. സുധാകരനുമായി VD സതീശന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ കൂടി ബാക്കിയാണ് ഈ ഇപ്പോഴത്തെ, അതായത് അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് അദ്ദേഹം കടക്കുന്നതിന് മുമ്പ് ഈ ആലോചനയോ ഈ ചർച്ചയോ നടന്നിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് അദ്ദേഹം ഇപ്പോൾ അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ മട്ടിലല്ല. കാരണം നല്ല ബന്ധമാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് എന്ന മട്ടിൽ വേണമെങ്കിലും പറഞ്ഞു നിർത്തുമായിരിക്കും ഇവർ 2 പേരും. പക്ഷേ ആ കമ്മ്യൂണിക്കേഷനിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. കാരണം ഈ G. സുധാകരൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ വന്നാലോ എന്നുള്ള ചർച്ച ഇതിനു മുമ്പ് തന്നെ, അതായത് ഈ ആലോചനകളൊക്കെ മുമ്പ് നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരം ഒരു ചർച്ച ഏറെലുണ്ടായിരുന്നു എന്നുള്ളത് അതും അസ്വാഭാവികമായി ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആലോചന, ഇങ്ങനെയൊരു അപമാനിക്കപ്പെടുന്നു, ഞാൻ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള വല്ലാത്ത വേദന അദ്ദേഹത്തിനുണ്ട്. അതിനെ നന്നായി പൊട്ടിക്കുന്ന തരത്തിലാണ് ഗോവിന്ദ മാഷിൻ്റെ അന്നത്തെ ചിരി കൂടി അദ്ദേഹം എടുത്തത്, അദ്ദേഹം ഉൾക്കൊണ്ടത്. കാരണം ഇങ്ങനെ വേദനയോടെ ഇരിക്കുന്ന ഒരാൾക്ക് ആ ചിരി കാണുമ്പോൾ എന്നെ വല്ലാതെ അപമാനിച്ചു എന്നുള്ള തോന്നലാണ് ഉണ്ടാവുക. അതുകൂടി പ്രയോജനപ്പെടുത്താൻ UDF-ന് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയ
നീക്കമല്ല ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ അമ്പലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ, കാരണം അതൊരു ഉറച്ച മണ്ഡലമാണ്. ഇപ്പോൾ എം ലിജു ഒക്കെയാണ് അവിടെ മത്സരിച്ച് വന്നത്. എം ലിജു മോശം സ്ഥാനാർത്ഥിയല്ല, ഒരു സംശയമില്ല, ജയിച്ച് നിയമസഭയിൽ പോകേണ്ട ആളാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, എം ലിജു ഒക്കെ. പക്ഷേ അദ്ദേഹത്തിന് അവിടെ പരാജയപ്പെടേണ്ടി വന്നു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നല്ല സ്ഥാനാർത്ഥിയായിട്ട് കൂടി അദ്ദേഹം പരാജയപ്പെട്ടു. കാരണം അവിടുത്തെ അടിത്തറ ഇടതുപക്ഷത്തിൻ്റെ അത്ര ശക്തമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അഴിമതി തൊട്ടു തീണ്ടാത്ത ഉദ്യോഗസ്ഥരെ വരച്ച വരയിൽ നിർത്തുന്ന ഒരു മന്ത്രിയാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹം. മനസ്സിലുള്ളത് തുറന്നു പറയാൻ ആരെയും ഭയക്കാത്ത ഒരാൾ, രാഷ്ട്രീയ എതിരാളികൾ പോലും ബഹുമാനിക്കുന്നയാൾ. അങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ് ജി സുധാകരന്. ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്ത് വള്ളികുന്നം സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നെഞ്ചോട് ചേർത്ത പാർട്ടിയെയാണ് ഇന്ന് ജി സുധാകരൻ ഉപേക്ഷിച്ചത്. അതും രക്തസാക്ഷി കുടുംബത്തിലെ ഒരംഗം. അങ്ങനെ കൊണ്ടും കൊടുത്തും ആലപ്പുഴയിൽ തലയെടുപ്പോടെ വളർന്ന മുതിർന്ന ഒരു നേതാവാണ് CPIM-നെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞതെല്ലാം മാറ്റിപ്പറയുന്നത് ഇന്ന് നാം കണ്ടു എന്ന വിമർശനം ഉയരുന്നുണ്ട്. കാരണം KSUവും DSUവും എന്നുള്ള ആരോപണത്തിന് പകരം DSUവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് KSU പിന്നിലാണ് എന്ന് ഇന്ന് അദ്ദേഹം വിശദീകരിച്ചു. 4 മാസം മുമ്പ് വരെ പറഞ്ഞതിൽ നിന്ന് അങ്ങനെ വ്യതിചലിക്കാൻ ജി സുധാകരന് കഴിഞ്ഞു എന്നത് അത്ഭുതകരം തന്നെയാണ്. KSU പ്രവർത്തകർ ക്രൂരമായി അടിച്ചും ഇടിച്ചും തൊഴിച്ചും കോളേജ് ക്യാമ്പസിൽ വെച്ച് പട്ടാപ്പകൽ കൊലപ്പെടുത്തിയത് മറക്കാനും ജി സുധാകരന് ഈ ദിവസം മുതൽ സാധിക്കുന്നുണ്ടോ എന്നുള്ള അമ്പരപ്പുമുണ്ട് പലർക്കും. പാർട്ടി പരിഗണിക്കുന്നില്ല എന്ന ആരോപണങ്ങളിലും എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാനും കഴിയില്ല. 43 വർഷത്തിലേറെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, 20 വർഷം നിയമസഭാ അംഗമായിരുന്നു, അതിൽ 2 പ്രാവശ്യം പ്രധാനപ്പെട്ട വകുപ്പുകളിൽ മന്ത്രിയായിട്ടുണ്ട്. ഇതൊക്കെ പ്രതിരോധിക്കാൻ ന്യായവാദങ്ങളായി ഇടതുമുന്നണി ഉയർത്തുന്നുണ്ട്. ഇനി എങ്ങനെ പരിഗണിക്കണമെന്നാണ് ജി സുധാകരൻ പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ഇടതുപക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ CPIM-ൽ നിന്ന് പലരും ഉയർത്തുന്നത്. ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണ നൽകാൻ കോൺഗ്രസും തയ്യാറാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അമ്പലപ്പുഴ സീറ്റ് മാറ്റിവെച്ചാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും കോൺഗ്രസിൽ പുരോഗമിച്ചിരുന്നത്. ആദ്യം മുതലേ ജി സുധാകരനുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF പിന്തുണയോടെ ഇടതുകോട്ടയായ അമ്പലപ്പുഴ പൊളിച്ച് സ്വതന്ത്രനായി സഭയിലെത്താൻ 78-കാരനായ ജി സുധാകരനാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.